ഹായ് ഫ്രണ്ട്സ്, BSc ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രി പാർട്ട് 3 ആണ്. ഇന്ന് നമുക്ക് ഹാലജനുകൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, സംക്രമണ മൂലകങ്ങൾ എന്നിവയെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാലജനുകൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17 മൂലകങ്ങളാണ്. ഗ്രൂപ്പ് 17 മൂലകങ്ങളിൽ ഏതൊക്കെ വരും? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, പിന്നെ ടെന്നസിനും. ഹാലജൻ എന്ന വാക്കിൻ്റെ അർത്ഥം സോൾട്ട് ഫോർമർ അല്ലെങ്കിൽ ലവണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഹാലോജനുകൾ എന്നതിൻ്റെ അർത്ഥം. ഹാലോജനുകൾ കൊണ്ട് വളരെയേറെ ഉപകാരങ്ങളുണ്ട്. പിന്നെ ഹാലോജനുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ അവർ ഉണ്ടാക്കുന്ന സംയുക്തമാണ് ഹാലൈഡുകൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഹാലോജനുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 മൂലകങ്ങളാണ്. അതിലേതൊക്കെയാണ് വരുന്നത്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ആൻഡ് ടെന്നസിൻ. ഹാലോജനുകൾ എന്നതിൻ്റെ അർത്ഥം സോൾട്ട് ഫോർമർ അല്ലെങ്കിൽ ലവണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹാലോജനുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ് ഹാലൈഡുകൾ എന്ന് പറയുന്നത്. നമുക്കാദ്യം ഫ്ലോറിന് നോക്കാം. ഫ്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഫ്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? ഞാൻ എഴുതിത്തരാം. 1s2 2s2 2p5. ഓക്കെ ആണല്ലോ. അപ്പോൾ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ തികയാൻ 1 ഇലക്ട്രോണിൻ്റെ കമ്മിയുണ്ട്. ഓക്കെയാണ്. വാലൻസ് ഷെല്ലിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 + 2 7 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ അതിന് സ്ഥിരത കൈവരണം വെച്ചാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. ആ 8 ഇലക്ട്രോണുകൾ വരാൻ വേണ്ടി 1 ഇലക്ട്രോൺ സാധാരണ സ്വീകരിക്കുകയാണ് ചെയ്യുക. ഏറ്റവും ഭാരം കുറഞ്ഞ ഹാലോജൻ എന്ന് പറയുന്നത് ഫ്ലോറിനാണ്. കാരണം അതിൻ്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. അവിടെ നിന്ന് താഴേക്ക് ക്ലോറിനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ആവും. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ഹാലോജൻ എന്നറിയപ്പെടുന്നത് ഫ്ലോറിനാണ്. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് പോകും തോറും ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ആകും. ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ആകുക എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയും എണ്ണം ഇൻക്രീസ് ആകുക എന്നാണ്. അതിനർത്ഥം അവയുടെ ഭാരം കൂടുക എന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിലെ ഏറ്റവും മുകളിലുള്ള ആറ്റങ്ങൾക്കായിരിക്കും ഏറ്റവും ഭാരം കുറവുണ്ടാവുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലജൻ എന്നറിയപ്പെടുന്നത് ഫ്ലോറിനാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലജൻ ഏതാണ്? ഫ്ലോറിനാണ്. അതുപോലെ പ്രകൃതിയിൽ ഏറ്റവും കുറവ് കാണുന്ന മൂലകം അത് ഫ്ലോറിനാണ്. പിന്നെ ഫ്ലോറിൻ്റെ ഒരുപാട് അധികം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോറിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഏറ്റവും ഭാരം കുറഞ്ഞ ഹാലോജനാണ് ഫ്ലോറിൻ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജനാണ് ഫ്ലോറിൻ. അതുപോലെ പ്രകൃതിയിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന മൂലകമാണ് ഫ്ലോറിൻ. പിന്നെ ഫ്ലോറിൻ്റെ ഒരുപാടുള്ള ഉപയോഗം എന്തുണ്ടാക്കും? ഫ്ലൂറോസിസ് എന്ന അസുഖം ഉണ്ടാക്കും. ഇനി ക്ലോറിനെ കുറിച്ച് പഠിക്കാം. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 17. അപ്പോൾ അതിൻ്റെ ആറ്റോമിക് വിന്യാസം എങ്ങനെയായിരിക്കും? 17 ആകുമ്പോൾ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ആറ്റോമിക് നമ്പർ 17. അപ്പോൾ ഫസ്റ്റത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, പിന്നെ ബാക്കിയുള്ള 7 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ വരും. ഇനി ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? ക്ലോറിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക അറിയാലോ, വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കിണർ വെള്ളമൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ക്ലോറിൻ ഒരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാണ്. അതുപോലെ അത് ഖരരൂപത്തിൽ ഉപയോഗിക്കാം, ദ്രാവക രൂപത്തിൽ ഉപയോഗിക്കാം. അടുത്തത് നീന്തൽ കുളത്തിൽ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. നമ്മൾ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ക്ലോറിനെ ഉപയോഗിക്കുമ്പോൾ അത് ഓക്സീകരണത്തിലൂടെയാണ് അതൊരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ആക്ട് ആക്കുന്നത്. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം എന്ന് പറയുന്നതും ക്ലോറിനാണ്. പിന്നെ അതില്ലാതെ ഫോസ്ജീൻ, കടുക് വാതകം തുടങ്ങിയ വിഷവാതകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന പ്ലാസ്റ്റിക് സംയുക്തത്തിൽ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ബെൻസൈൽ ക്ലോറൈഡ് എന്ന കണ്ണീർവാതകം ഉണ്ടാക്കാൻ ക്ലോറിൻ ആവശ്യമാണ്. പിന്നെ അനസ്തേഷ്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോറോഫോം, അത് ക്ലോറിൻ്റെ ഒരു സംയുക്തമാണ്. അത് കണ്ടുപിടിച്ചത് ജെയിംസ് സിംപ്സണാണ്. അപ്പോൾ ക്ലോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 അങ്ങനെയാണ്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ഇനി ക്ലോറിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോൾ ക്ലോറിൻ്റെ ഫസ്റ്റത്തെ ഉപയോഗം എന്ന് പറയുന്നത് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാം. ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഓക്സീകരണത്തിലൂടെയാണ് ബ്ലീച്ചിങ് പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം എന്ന് പറയുന്നത്. നീന്തൽ കുളങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടങ്ങളിലോ വെള്ളത്തിലെ അണുക്കളെ കൊല്ലാൻ വേണ്ടി ക്ലോറിൻ ഉപയോഗിക്കാം. അതല്ലാതെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ഖരരൂപത്തിലോ ദ്രാവക രൂപത്തിലോ നമുക്ക് ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൂലകമാണ് ക്ലോറിൻ. ഫോസ്ജീൻ, കടുകുവാതം തുടങ്ങിയ വിഷവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ക്ലോറിൻ ആവശ്യമാണ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന പ്ലാസ്റ്റിക് സംയുക്തത്തിൽ ക്ലോറിനുണ്ട്. ബെൻസൈൽ ക്ലോറൈഡ് എന്ന കണ്ണീർവാതകം ഉണ്ടാക്കാൻ ക്ലോറിൻ ആവശ്യമാണ്. ക്ലോറോഫോം എന്ന സംയുക്തമാണ് നമ്മൾ അനസ്തേഷ്യ സമയത്ത് നമ്മളെ മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെയിംസ് സിംസൺ. ഇത്രയുമാണ് ക്ലോറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതാണ് അയഡിൻ. അയഡിൻ എല്ലാവർക്കും അറിയാം. അയഡിൻ കഴിച്ചാൽ അയഡിൻ്റെ കമ്മി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥികൾക്ക് അത്യാവശ്യമായ മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹാലോജനാണ് അയഡിൻ. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഹാലോജനാണ് അയഡിൻ എന്ന് പറയുന്നത്. ടിങ്ചർ അയഡിൻ എന്ന് പറയുന്ന സംയുക്തം നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അന്നജ പരിശോധന, അതായത് നമ്മൾ ഒരു വസ്തുവിൽ അന്നജമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അതിൽ അയഡിൻ ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അയഡിൻ ഒഴിച്ചാൽ സംയുക്തത്തിൽ അന്നജമുണ്ടെങ്കിൽ അത് നീല കളറായി മാറും. അപ്പോൾ അയഡിൻ എന്തൊക്കെയാണ്? ഏറ്റവും സാധാരണ ഉപയോഗിക്കുന്ന ഹാലോജനാണ് അയഡിൻ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകമാണ്. അതില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ടിങ്ചർ അയഡിൻ എന്നൊരു സംയുക്തം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംയുക്തമാണ്. അത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അന്നജ പരിശോധനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അയഡിൻ ലായനി. അയഡിൻ ലായനി അന്നജ പരിശോധനയ്ക്ക് വേണ്ടി ഒരു സംയുക്തത്തിൽ ഒഴിക്കുമ്പോൾ അതിൽ അയഡിൻ ഉണ്ടെങ്കിൽ ആ സംയുക്തം നീല കളറായി മാറും. അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അന്നജ പരിശോധനയ്ക്ക് അയഡിൻ ഒഴിക്കുമ്പോൾ അത് ഏത് നിറത്തിലാവും എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? കടും നീല കളറാണ് ഇട്ട് മാറും. ഇനി അടുത്തതാണ് ബ്രോമിൻ. ബ്രോമിനെ കുറിച്ച് പറയുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകമായി കാണപ്പെടുന്ന അലോഹമാണ് ബ്രോമിൻ. ഏറ്റവും ഭാരമേറിയ ഹാലജൻ അസ്റ്റാറ്റിനാണ്. അതൊന്നുമില്ല, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും മൂലകങ്ങളുടെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. അതുകൊണ്ട് തന്നെ അവയുടെ ഭാരവും കൂടും. അപ്പോൾ ഏറ്റവും ഭാരമേറിയ ഹാലോജൻ അസ്റ്റാറ്റിനാവും. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ. അതും അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴായിരിക്കും റേഡിയോ ആക്ടിവിറ്റി കാണിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ വ്യക്തമായിട്ട് ആൻസർ അറിയില്ലെങ്കിൽ ഈ ഒരു ക്ലൂ ഒക്കെ നമ്മൾ നോക്കി വയ്ക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകമായി കാണപ്പെടുന്ന അലോഹമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ഏറ്റവും ഭാരമേറിയ ഹാലോജനാണ് അസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജനാണ് അസ്റ്റാറ്റിൻ എന്നുള്ളത്. ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 18 മൂലകങ്ങളാണ്. ഏതൊക്കെയാണ് അവ? ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, ആർഗൺ, സിനോൺ, റാഡോൺ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ഗ്രൂപ്പിൽ ഏറ്റവും മേലെയുള്ള അല്ലെങ്കിൽ മുകളിലുള്ള ആറ്റങ്ങൾക്കായിരിക്കും ഭാരം കുറവ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവയ്ക്കായിരിക്കും ഏറ്റവും കുറവ് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്. നിഷ്ക്രിയ വാതകങ്ങൾ അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ വാതകങ്ങൾ അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ടാകും. എക്സാമ്പിൾ എടുക്കാം, നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2ഉം 8ഉം ആണ്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ആയതുകൊണ്ട് തന്നെ ഇവ മറ്റാരെയും അവരുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല. ഇവ മറ്റാരുമായിട്ടും പ്രവർത്തിക്കാൻ നിൽക്കില്ല. ഇവർ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മിണ്ടാതെ ഇരിക്കുന്ന പാവം പയ്യന്മാരാണ്. അവരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിഷ്ക്രിയ വാതകങ്ങൾ, ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. നിഷ്ക്രിയ വാതകങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് വില്യം റാംസെ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അവയുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മറ്റ് ഇലക്ട്രോണുകളുടെ അഫിനിറ്റി, മറ്റ് ഇലക്ട്രോണുകളെ വരണം അല്ലെങ്കിൽ ആകർഷിക്കാനുള്ള അഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി 0 ആണ്. ഇനി ഹീലിയം പറഞ്ഞാൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹീലിയം എന്ന് പറയുന്നത്. നമുക്കറിയാം ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം എന്ന് പറയുന്നത് ഹീലിയമാണ്. നമ്മൾക്കറിയാം ബലൂണുകളിലെല്ലാം ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം എന്ന് പറയുന്നത്. അതില്ലാതെ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകങ്ങളാണ് ഹീലിയവും ആർഗണും. ഏറ്റവും ഉയർന്ന താപചാലകത കാണിക്കുന്ന നിഷ്ക്രിയ വാതകമാണ് ഹീലിയം എന്ന് പറയുന്നത്.
എന്താണ് ഏറ്റവും ഉയർന്ന താപചാലകത കാണിക്കുന്ന നിഷ്ക്രിയ വാതകമാണ് ഹീലിയം. അതുപോലെ ബലൂണുകൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ബലൂണുകളിലും പിന്നെ സ്പേസ് ഷിപ്പുകൾ എന്താണ് സ്പേസ് ഷിപ്പുകളിലും ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. സൂര്യനിൽ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്ന് ഹീലിയമാകുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഹീലിയം ആദ്യമായി കണ്ടെത്തിയത് സൂര്യൻ്റെ അന്തരീക്ഷത്തിലാണ്. ആസ്മ ചികിത്സയ്ക്ക് വേണ്ടി ഹീലിയവും ഓക്സിജനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഹീലിയത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ വാതകമാണ് ഹീലിയം. ബലൂണുകളിലും സ്പേസ് ഷിപ്പുകളിലും ബലൂണുകളെ ഉയർത്താൻ വേണ്ടിയും സ്പേസ് ഷിപ്പുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. അതല്ലാതെ വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളാണ് ഹീലിയം, ആർഗൺ എന്നിവ. ആസ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാതകങ്ങളാണ് ഹീലിയം, ഓക്സിജൻ എന്നിവ. ഏറ്റവും ഉയർന്ന താപചാലകത കാണിക്കുന്ന നിഷ്ക്രിയ വാതകമാണ് ഹീലിയം എന്നുള്ളത്. അടുത്താണ് ആർഗൺ. വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന നിഷ്ക്രിയ വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകം ആർഗണാണ്. വൈദ്യുത ബൾബുകളിൽ ഫിലമെൻറ്റിന് നാശം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആർഗണിൻ്റെ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന നിഷ്ക്രിയ വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകമാണ് ആർഗൺ. അതുപോലെ ഇലക്ട്രിക് ബൾബിന് ഫിലമെൻറ്റിന് നാശം വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത്. അടുത്താണ് നിയോൺ. പ്രകാശ സൈൻ ബോർഡുകളിലും ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ഉണ്ടാകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാതകമാണ് നിയോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറിഞ്ഞിരിക്കുന്ന നോബൽ വാതകമാണ് ക്രിപ്റ്റോൺ. അപരിചിത വാതകം എന്നറിയപ്പെടുന്നത് സെനോൺ ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം എന്ന് പറയുന്നത് റാഡോൺ ആണ്. അത് നമുക്കറിയാം, ഒരു ഗ്രൂപ്പിലെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവയുടെ ഭാരം കൂടുന്നു എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് റാഡോൺ എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി വിഘടനത്തിൽ നിന്നും ഉണ്ടാകുന്ന നിഷ്ക്രിയ വാതകമാണ് റാഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിയോൺ എന്ന് പറയുന്ന വാതകമാണ് പ്രകാശ സൈൻ ബോർഡുകളിലും ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന നോബൽ വാതകം എന്നറിയപ്പെടുന്നത് ക്രിപ്റ്റോണാണ്. അപരിചിത വാതകം എന്നറിയപ്പെടുന്നത് സെനോണാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം എന്നറിയപ്പെടുന്നത് റാഡോണാണ്. റേഡിയോ ആക്റ്റീവ് വിഘടനത്തിൽ നിന്നുണ്ടാകുന്ന വാതകവുമാണ് റാഡോൺ എന്ന് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലിമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള 10 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൻ്റെ ഇടത് ഭാഗത്തു നിന്നും വലത് ഭാഗത്തേക്ക് പോകുന്തോറും ലോഹ സ്വഭാവം കുറയുന്നു. അതേസമയം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു. അതായത് നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇടതു നിന്ന് വലത്തോട്ട് പോകുന്തോറും അതിൻ്റെ ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുക. അതേസമയം ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എലമെൻസിൻ്റെ ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുക. ലോഹ സ്വഭാവമുള്ള ഗ്രൂപ്പുകളിൽ നിന്നും അലോഹ സ്വഭാവമുള്ള മൂലകങ്ങളിലേക്കുള്ള അനുക്രമമായ അല്ലെങ്കിൽ ക്രമാനുഗതമായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന മൂലകങ്ങളായതുകൊണ്ടാണ് അവയെ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള മൂലകങ്ങൾ അവ ലോഹ സ്വഭാവമുള്ള 1ഉം 2ഉം ഗ്രൂപ്പുകളിൽ നിന്ന് അലോഹ സ്വഭാവത്തിലേക്ക് ചായുന്ന 13ാം ഗ്രൂപ്പിലേക്കുള്ള ഒരു ക്രമാനുഗതമായ മാറ്റമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഒരു സംക്രമണ മൂലകമാണ് സ്കാൻഡിയം. സ്കാൻഡിയത്തിൻ്റെ പ്രതീകം Sc എന്നാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പർ 21 ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊണ്ടുവരും? 9 ഇലക്ട്രോണുകൾ. 2 10 21. ലാസ്റ്റത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ സബ്ഷെൽ വിന്യാസം എഴുതിയാൽ 3s2 3p6 3d1. അപ്പോൾ ഇത് ഡി സബ്ഷെല്ലിൽ വരുന്ന മൂലകങ്ങളാണ് ഈ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് N ബ്ലോക്കിലല്ല, N-1 D ബ്ലോക്കിലാണ്. ഇപ്പോൾ സ്കാൻഡിയം എടുത്താൽ ആക്ച്വലി ലാസ്റ്റത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്താണ് 4s2 ആണ്. പക്ഷേ 9 ഇലക്ട്രോണുകൾ എവിടെയാണ് പോയിരിക്കുന്നത്? ബാക്കിയുള്ള 9 ഇലക്ട്രോണുകൾ എവിടെയാണ്? 3s2 3p6 3d1. തൊട്ട് താഴെയുള്ള ഡി ഗ്രൂപ്പിലേക്ക് ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3D ലെവലിലുള്ള ഈ ഇലക്ട്രോണും 4ലുള്ള 4s ഇലക്ട്രോണും ഏകദേശം ഒരേ ഊർജം
ലെവലിലാണ്. അതുകൊണ്ട് തന്നെ ഇവയും കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലും ഇന്നർ മോസ്റ്റ് ഷെല്ലും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അവ ഓക്സികാരിയായിട്ടും നിരോക്സികാരിയായിട്ടെല്ലാം ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ സംക്രമണ മൂലകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ സംയുക്തങ്ങളെല്ലാം നിറമുള്ളവയാണ്. പിന്നെ ഇവ സാധാരണ ലോഹങ്ങളാണ്. ഗ്രൂപ്പുകളിലും പീരീഡിലും ഇവ ഏകദേശം ഒരേ രാസഗുണപ്രവർത്തനം സാദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്താണ്? പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പിൽ പെടുന്ന 10 ഗ്രൂപ്പുകളുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ ഒരു പീരിയോഡിക് ടേബിളിൽ പീരീഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുക. അതേസമയം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എലമെൻസുകളുടെ ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ലോഹ സ്വഭാവമുള്ള 1-2 ഗ്രൂപ്പുകളിൽ നിന്ന് അലോഹ സ്വഭാവത്തിലേക്കുള്ള ട്രാൻസിഷൻ കാണിക്കുന്ന എലമെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഇവയെ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ്. പിന്നെ ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എങ്ങനെയാണ്? ബാഹ്യതമ ഷെല്ലിന് തൊട്ടു ഉള്ളിലുള്ള ഷെല്ലിലുള്ള ഡി സബ്ഷെല്ലിലാണ്. അതെങ്കിൽ ഡി സബ്ഷെൽ പറഞ്ഞാൽ ഡി ഉപഷെല്ലിലാണ് അവയുടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഈ ബാഹ്യതമ ഷെല്ലിന് തൊട്ടു ഉള്ളിലുള്ള ഡി സബ്ഷെല്ലും ബാഹ്യതമ ഷെല്ലിലെ എസ് ഷെല്ലും ഏകദേശം ഒരേ എനർജി ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബാഹ്യതമ ഷെല്ലും ഡി സബ്ഷെല്ലും അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ ഇവ ഓക്സികാരിയായിട്ടും നിരോക്സികാരിയായിട്ടെല്ലാം ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ ഇവയുടെ മൂലകങ്ങൾ, ഇവയുടെ സംയുക്തങ്ങൾ പൊതുവെ നിറമുള്ളവയാണ്. ഇത്രയുമാണ് സംക്രമണ മൂലകങ്ങൾ. ഇനി ലാൻഡനോയിഡുകളും ആക്റ്റിനോയിഡുകളും. ആറ്റോമിക് നമ്പർ 57 ലന്താനം മുതൽ ആറ്റോമിക് നമ്പർ 71 ല്യൂട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡ്സുകൾ എന്നറിയപ്പെടുന്നത്. ഇവ 6ാം പീരീഡ് മൂലകങ്ങളാണ്. അപ്പോൾ ഇവരിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 6ാമത്തെ ഷെല്ലായിരിക്കും. അതുപോലെ ആറ്റോമിക് നമ്പർ 89 ആക്ടീനിയം മുതൽ ആറ്റോമിക് നമ്പർ 103 ലൊറേഷ്യം വരെയുള്ള മൂലകങ്ങളാണ് ആക്റ്റിനോയിഡുകൾ എന്ന് പറയുന്നത്. ഇവ 7ാം പീരീഡ് മൂലകങ്ങളാണ്. ഇവയെല്ലാം എഫ് ബ്ലോക്കിലാണ് ഉണ്ടാവുക. എഫ് സബ്ഷെല്ലിലാണ് അവരുടെ ഇലക്ട്രോൺ പൂരണം നടക്കുക. നമുക്കറിയാം ഷെല്ല് എന്ന് പറയുന്നത് KLMN. ഈ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള സബ്ഷെല്ലാണ് SPDF. അതായത് കെയിൽ എസ് ഉണ്ടാവും, എല്ലിൽ എസും പിയും. എസിൽ എത്ര ഇലക്ട്രോണുകൾ? 2 ഇലക്ട്രോണുകൾ. പിയിലോ 6 ഇലക്ട്രോണുകൾ. ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോണുകൾ. എഫിൽ 18 ഇലക്ട്രോണുകളാണ് വരിക. ഇവയുടെ അവസാനത്തെ ഇലക്ട്രോണുകൾ പൂരണം നടക്കുന്നത് എഫ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നും ഇവ അറിയപ്പെടുന്നത്. ഇവയെ അന്തസംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും പറയുന്നു. ലാന്തനോയിഡ്സുകൾ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അതായത് ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അവയെ അന്തസംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഈ പീരിയോഡിക് ടേബിളിൽ യുറേനിയത്തിന് ശേഷമുള്ളതെല്ലാം മനുഷ്യൻ നിർമ്മിതമായ മൂലകങ്ങളാണ്. മനുഷ്യനുണ്ടാക്കിയ മൂലകങ്ങളാണ് യുറേനിയത്തിന് ശേഷമുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ അവയെ ട്രാൻസ് യുറേനിക് മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആക്റ്റിനോയിഡുകളിൽ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ പലതും കൃത്രിമ മൂലകങ്ങളാണ്. ഇനി ആറ്റത്തിൻ്റെ വലിപ്പം. ആറ്റത്തിൻ്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 പ്രധാന കാര്യങ്ങളാണ് ന്യൂക്ലിയർ ചാർജ്, പിന്നെ ഷെല്ലുകളുടെ എണ്ണം. ഒരു ഗ്രൂപ്പിലെ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യും? പ്രോട്ടോണുകളുടെ എണ്ണം കൂടും. അപ്പോൾ എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ ഈ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ബാഹ്യതമ ഇലക്ട്രോണുകളെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? മാക്സിമം ഈ സബ്ഷെല്ലിനെയും ഷെല്ലിനെയെല്ലാം ഉള്ളിലേക്ക് പിടിച്ചു വയ്ക്കാൻ നോക്കും. അതായത് ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്തോറും വെളിയിലുള്ള ഷെല്ലുകളെയെല്ലാം പിടിച്ചു വയ്ക്കാൻ ന്യൂക്ലിയസ് ശ്രമിക്കുന്നതാണ്. പക്ഷേ ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുക? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇവന്തോ ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നുണ്ടെങ്കിലും ബാഹ്യതമ ഷെല്ല് വീണ്ടും അഡീഷണലായിട്ട് ഉണ്ടാകുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടുന്നു. അതേസമയം നമ്മൾ പീരീഡിൽ നിന്ന് ഇടത്തേക്ക് വലത്തേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുക? നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ചാർജ്, പ്രോട്ടോണുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇൻക്രീസ് ആവുകയാണ്. ബാഹ്യതമ ഷെല്ല് ഇൻക്രീസ് ആവുന്നില്ല.
ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഓരോന്നോരോന്നായിട്ട് വീണ്ടും വീണ്ടും കൂടുക. ആ ബാഹ്യതമ ഷെല്ലിൽ തന്നെയാണ് കൂടുന്നത്. ഒരു പീരീഡിലെ ഇടതുഭാഗത്തെ എലമെൻറ്റിലെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വന്നാൽ അടുത്ത ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുക? അതേ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കൂടിയാണ് ആഡ് ചെയ്യുക. അതായത് ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ആവുന്നില്ല, ന്യൂക്ലിയസിൻ്റെ ചാർജ് മാത്രം ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ് എല്ലാം ഇങ്ങോട്ട് അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ചാർജ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാഹ്യതമ ഷെല്ലുകളെ പിടിച്ചു വയ്ക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിൻ്റെ ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്തേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. അപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ ഒന്നും കൂടി പറയാം. ആറ്റത്തിൻ്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ന്യൂക്ലിയർ ചാർജ്, 2 ഷെല്ലുകളുടെ എണ്ണം. നമ്മൾ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും അതേപോലെ പീരീഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും വെച്ചാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടെങ്കിലും ബാഹ്യതമ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പീരീഡിലുള്ള മൂലകങ്ങളാണ് ഒന്നാമത്തെ ബാഹ്യതമ ഷെൽ പറയുന്നത് 1 ആയിരിക്കും. രണ്ടാമത്തെ പീരീഡ് പറയുമ്പോൾ രണ്ടാമത്തേതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ താഴേക്ക് പോകുന്നതോറും പീരീഡിൻ്റെ എണ്ണം കൂടുകയാണല്ലോ, ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ വലിപ്പം ഇൻക്രീസ് ചെയ്യും. അതേസമയം ഒരു പീരീഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ആവുന്നില്ല. പുതുതായി വരുന്ന ഇലക്ട്രോണുകൾ ആ ബാഹ്യതമ ഷെല്ലിലെ സ്പേസിൽ തന്നെ ഇൻക്രീസ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നത്. സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് പ്രഭാവം, അതായത് ഒരു ഗ്രൂപ്പിലെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യതമ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിൽ നിന്ന് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഉള്ളിലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ ആകർഷണത്തിൻ്റെ എഫക്റ്റ് ബാഹ്യതമ ഷെല്ലിലേക്ക് പോകുന്നതിന് ഒരു തടസ്സം ഉണ്ടാക്കുന്നു. ഈ ഒരു തടസ്സത്തിനെയാണ് സ്ക്രീനിങ് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യും? ഷെല്ലുകളുടെ എണ്ണം കൂടും. ആ ഒരു സമയത്ത് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നിട്ടാണ് നിൽക്കുന്നത്. ഉള്ളിലുള്ള ഷെല്ലുകൾ ഈ ന്യൂക്ലിയസിൻ്റെ ഈ ചാർജിൻ്റെ എഫക്റ്റ് ബാഹ്യതമ ഷെല്ലുകളിൽ പ്രയോഗിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു സ്ക്രീനിങ് പോലെ, ഒരു ഷീൽഡിംഗ് പോലെ നിൽക്കും. ഈ ഒരു പ്രഭാവമാണ് സ്ക്രീനിങ് പ്രഭാവം അല്ലെങ്കിൽ ഷീൽഡിംഗ് പ്രഭാവം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ബൈ.